Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് രണ്ട് പ്രോബ്ലംസ് കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീ ജോസ് ഈസ് ദ റീജിയണൽ മാനേജർ ഓഫ് എ കമ്പനി ഇൻ ഗോവ. He was appointed on 1st September 2021 on a basic salary of rupees 30,000, 2,000 and 50,000. ഇത് നമുക്ക് സാലറിയുടെ ആ ഒരു എന്താ പറയുക ഇൻക്രിമെൻ്റ് ഒക്കെ വരുന്ന ആ ഒരു സ്ലാബ് റേറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് ഒക്കെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, 30,000 തുടങ്ങിയിട്ട് നെക്സ്റ്റ് വർഷം ഇതേ സമയമാകുമ്പോൾ 2,000 കൂടും, അതേപോലെ അതിൻ്റെ അടുത്ത വർഷം 2,000 കൂടും, അങ്ങനെ കൂടി കൂടി മാക്സിമം ഏത് വരെയാണ് അവർക്ക് സാലറി കിട്ടുന്നത്, 50,000 വരെ. ആ റേഞ്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് 1st September 2021 ആണ് ഇവർ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2021-22 കാലയളവിലത്തെ സാലറി ആയിരിക്കും ഈ 30,000. 22-23 വരുമ്പോൾ 32,000 ആയിരിക്കും. അങ്ങനെ ഓരോ വർഷം കൂടുമ്പോൾ ആ ഒരു ചേഞ്ച് സാലറിയിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. ഓക്കെ, ഹി ഈസ് എലിജിബിൾ ഫോർ എ ഡി ഓഫ് ₹30% ഓഫ് ബേസിക് പേ. ബേസിക് പേ എത്രയാണോ അതിൻ്റെ 30% ഡി എക്ക് എലിജിബിൾ ആണ്. അതേപോലെ തന്നെ RPF കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, 14% ഓഫ് ബേസിക് പേ ആൻഡ് DA. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. DA ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ രണ്ടും കൂടി കൂട്ടിയതിൻ്റെ 14% ആണ് RPF കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എംപ്ലോയറും സിമിലർ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. He is provided with a large car which is used for his official and private use. ഇനി ഈ ഒരു എംപ്ലോയിക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ലാർജ് കാർ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ യൂസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുള്ളി ഫർണിഷ്ഡ് ഹൗസ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ടു പനാജി. അതായത് ഗോവയിലാണ് ഈ സ്ഥലം, ഗോവയുടെ ക്യാപിറ്റൽ. അപ്പോൾ പനാജി പോപ്പുലേഷൻ അവിടെ വരുന്ന 23 lakhs ആണ്. ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ യൂസ് ചെയ്യാൻ കൊടുത്തിയ 3 lakhs ഫർണിച്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. ഒപ്പം തന്നെ അവർ പ്രൊഫഷൻ ടാക്സും കൂടി അടയ്ക്കുന്നുണ്ട്. പ്രീവിയസ് ഇയറിൽ 3,000 അടച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന ഓരോ പോയിന്റ് വായിക്കുമ്പോഴും നമ്മുടെ മൈൻഡിൽ ആ കാൽക്കുലേഷൻ എന്താണ് എന്ന് നമുക്ക് വരണം. എന്നാൽ മാത്രമാണ് ആ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട, ഫസ്റ്റ് ഗോവയാണ് സ്ഥലം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മെട്രോപൊളിറ്റൻ സിറ്റി ഒന്നുമല്ല. ആ പെർസെൻറ്റേജ് എന്തായിരിക്കും നമുക്ക് ഒരു മൈൻഡിൽ ഓർത്ത് വയ്ക്കുക. സെപ്റ്റംബർ 1 ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാലയളവ് നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കുക. പിന്നെ DA കൂടി കൂട്ടിയിട്ടാണ് RPF ഒക്കെ കണ്ടിരിക്കുന്നത്. അപ്പോൾ DA പാർട്ട് ഓഫ് സാലറി എന്നുള്ള ലെവലിൽ അവിടെ നമുക്ക് പറയാം. നെക്സ്റ്റ് പറയുന്നത് ലാർജ് കാറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫർണിഷ്ഡ് ഹൗസ് ഉണ്ട്. 23 lakh ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഫർണിച്ചർ തന്നിട്ടുണ്ട്. പ്രൊഫഷൻ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ ബേസിക് സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇവിടെ നമുക്ക് 1st September ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സാലറി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്തും ആ ഇൻക്രിമെൻറ്റ് വരുന്നത്, അതായത് ബേസിക് സാലറി 30,000 നമ്മൾ ജോയിൻ ചെയ്തു. നെക്സ്റ്റ് സെപ്റ്റംബർ 2022 ആവുമ്പം അത് 2,000 കൂടി ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് സെപ്റ്റംബർ 2021 മുതൽ 31st August വരെയുള്ള നമ്മുടെ സാലറി എന്ന് പറയുന്നത് എത്രയും 30,000 ആണ്. നെക്സ്റ്റ് 2022-23 വരുമ്പോൾ അത് 2,000 കൂടി 32,000 ആയി. പിന്നെ വരുന്നത് 23-24 വരുമ്പോൾ 34,000 ആയിട്ടുണ്ട്. 24-25 വരുമ്പോൾ 36,000 ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് സാലറി വരുന്നത്. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ ഇത് എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പം 23, 24 അപ്പോൾ ആ 24 നമ്മൾ ഏപ്രിൽ മുതലുള്ള കാലഘട്ടമാണ് ഇവിടേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഏപ്രിൽ മുതൽ എടുക്കുകയാണെങ്കിൽ 34,000 വെച്ചിട്ട് എടുക്കുമ്പം 5 മാസമാണ് വരുന്നത്. ഏപ്രിൽ മുതലാകുമ്പോൾ 5 months. ഏപ്രിൽ ടു എത്ര മാസം വരെ വരുന്നത്, ഏപ്രിൽ ടു നമുക്ക് ഓഗസ്റ്റ് വരെയാണ് വരുന്നത്. ഇനി അതിനുശേഷം വീണ്ടും സെപ്റ്റംബർ
2024 ആവുമ്പം സാലറി കൂടിയിട്ടുണ്ട്. അപ്പോൾ എത്രയാവും? വീണ്ടും 2000 കൂടിയിട്ട് 34-ൽ നിന്ന് 36 കൂടിയിട്ടുണ്ട്. അങ്ങനെ അത് 2025 മാർച്ച് വരെയുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് പിന്നെ വരുന്ന കാൽക്കുലേഷൻ 7 മന്ത്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാലറി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രകാരമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു മാസം വന്നതെന്ന് ചിന്തിക്കരുത്. കാരണം സെപ്റ്റംബർ 2021 ആയതുകൊണ്ടാണ് നമ്മൾ അതേപോലെ കമ്പ്യൂട്ട് ചെയ്ത് ഇത് ആഡ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പം 34,000 ഇൻറ്റു 5 മന്ത്സും 36,000 വെച്ചിട്ട് 7 മാസവും കൂടി നമ്മൾ ചെയ്യുമ്പോൾ 4,22,000 നമുക്കിവിടെ കിട്ടും. ഇനി ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് ബേസിക് പേയിൻ്റെ 30% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 4,22,000-ൻ്റെ എത്ര ശതമാനമാണ് കാണുന്നത്? 30% കാണുമ്പോൾ നമുക്ക് ഡി എത്ര കിട്ടും? 1,26,600 കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കാണാനുള്ളത് കോൺട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയർ ആണ്. RPF-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ എക്സസ് ഓഫ് 12% എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി കാണേണ്ടതെന്ന് പറയുമ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കോൺട്രിബ്യൂഷൻ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 14% ആണ്. ക്വസ്റ്റ്യൻ ഓരോ തവണ വായിക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കോൺട്രിബ്യൂഷൻ RPF-ലേക്ക് 14% ആണ്. ഇതിൻ്റെയൊക്കെ ബേസിക് പേയുടെയും DA-യുടെയും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം RPF-ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻ നടക്കേണ്ടത്? നമ്മുടെ ബേസിക് പേയും അതേപോലെ DAയും എത്രയാണോ വരുന്നത് അതിൻ്റെ 12%-ന് അധികമായിട്ട് നമ്മൾ വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബേസിക് പേയിൻ്റെയും ഡിയർനെസ് അലവൻസും കൂടി കൂട്ടിയിരിക്കുന്ന എമൗണ്ടിൻ്റെ 12% എത്രയാണെന്നുള്ളത് കാണാം. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ആ എക്സസ് ഇവിടെ 14% അടയ്ക്കുന്നത്. അപ്പോൾ ആ 12% നമുക്ക് എത്രയെന്ന് മനസ്സിലാവും. അത് 10,972 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4,22,000 അതായത് നമ്മുടെ ബേസിക് സാലറി പ്ലസ് നമ്മുടെ DAയും കൂടി കൂട്ടിയതിന് ശേഷം അതിൻ്റെ 2% ഇവിടെ അധികം കൊടുക്കുന്നുണ്ട്. കാരണം എക്സസ് ആയിട്ട് വരുന്നത് 12 വരെ നമുക്ക് അലൗഡ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 14% എന്ന് പറയുന്നത് കൊണ്ട് അവിടെ അധികമായിട്ട് വരുന്ന എത്രയാണ്? 2% അധികമാണ്. ആ 2% നമ്മളിവിടെ എന്ത് കാണിക്കുന്നത്? ടാക്സബിൾ ആയിട്ട് സാലറിയിലേക്ക് കൂട്ടിയിരിക്കുന്നത്. അടുത്തത് ഒരു ലാർജ് കാറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ 2,400 ആണ് ഒരു ലാർജ് കാർ ആവുമ്പോൾ. സ്മോൾ കാർ ആവുമ്പോൾ 1,800 ആണ് അതിൻ്റെ റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ 2,400 ഇൻറ്റു 12 മന്ത്സ് നമുക്കിവിടെ ചെയ്യാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് വാല്യൂ ഓഫ് അക്കോമഡേഷൻ ആണ്. വാല്യൂ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ റേറ്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ 23 ലാക്കാണ്. ഗോവയിലാണ് താമസിക്കുന്നത്. 23 ലാക്കാണ് വരുന്നത് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 23 ലാക്കിൽ വരുന്ന സമയത്ത് നമുക്ക് എത്രയാണ് അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുക? ഓൾഡ് റേറ്റ് പ്രകാരം 10% ആണ്. കാരണം 25 എക്സീഡ് ചെയ്യുകയാണെന്ന് നമുക്ക് 15%, 10 to 25 വരെ 10% ആണ്. അപ്പോൾ 23 ആയതുകൊണ്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ്. അവിടെ നമ്മൾ 10% ഓൾഡ് റേറ്റ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് സാലറിയും DAയും കൂടി എടുത്തിട്ട് അതിൻ്റെ ടോട്ടലിൻ്റെ 10% എത്രയാണെന്നുള്ളത് നോക്കുക. ഇൻറ്റു അതിൻ്റെ എത്ര മാസം വരെ നമുക്ക് കിട്ടുള്ളൂ? അതും സെപ്റ്റംബർ 1-നാണല്ലോ അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. അത് വരേക്ക് നമുക്ക് ഓൾഡ് റേറ്റിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 5/12 കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് 22,858 കിട്ടും. ഇനി വീണ്ടും ഈ സാലറിയുടെ ടോട്ടൽ എടുത്തിട്ട് ആ ടോട്ടലിൻ്റെ എത്രയാണ് കാണുന്നത്? നെക്സ്റ്റ് വരുന്നത് പുതിയ റേറ്റ് പ്രകാരം ഈ 23 ലാക്ക് എന്ന് പറയുന്നത് വരുമ്പം അവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ആയിട്ടുണ്ടാവും. എത്രയാണ്? 7.5% ആണ്. അപ്പോൾ ബാക്കി 7 മാസം നമ്മൾ ഈ റേറ്റിലുമാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടലിൻ്റെ എത്ര ശതമാനം? 7.5%, 7.5% ഇൻറ്റു 7/12 ചെയ്യുമ്പോൾ നമുക്ക് 24,001 കിട്ടും. അപ്പോൾ ഈ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആദ്യത്തേത് 5 മന്ത്സും രണ്ടാമത്തെ 7 മന്ത്സുമാണ്. ആദ്യത്തേത് ഓൾഡ് റേറ്റിലാണ് എടുക്കണം. അങ്ങനെയാണ് നമുക്കിവിടെ ഈ 10% കിട്ടിയിരിക്കുന്നത്. ന്യൂ റേറ്റിലേക്ക് വരുമ്പോൾ സെയിം പോപ്പുലേഷൻ സെയിം ആണെങ്കിലും അതിൻ്റെ പെർസെൻറ്റേജ് അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. 7.5 ഇവിടെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 46,859 ആണ് കിട്ടുന്നത്. ഇനി RFA കാണുമ്പോൾ അതിനോടൊപ്പം ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്.
ഫേർണിച്ചർ 3 ലക്ഷത്തിൻ്റെ ഫേർണിച്ചർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 10% കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 30,000 ആണ്. ആ 30,000 കൂടിയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 76,859 കിട്ടും. ഇനി ഇതിൽ ചെയ്യാനുള്ളത് എന്താണ്? എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഇതിലേക്ക് എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയർ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടി കണ്ടിട്ട് മൈനസ് ചെയ്യണം ഇതിൽ നിന്ന്. നമുക്ക് അങ്ങനെ ഒരു സംഭവം ഈ ക്വസ്റ്റ്യനിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 76,859 അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പം നമുക്ക് എല്ലാ ഐറ്റവും ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? എല്ലാം കൂടിയിട്ട് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 6,65,231 ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതാണ് ഗ്രോസ് സാലറി. ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് നമുക്ക് 3 ഡിഡക്ഷൻസ് ആണ് വരുന്നത്. അണ്ടർ സെക്ഷൻ 16 പ്രകാരം തന്നെയാണ് ആ ഡിഡക്ഷൻസ്. അപ്പോൾ അതിങ്ങനെ തന്നെ എപ്പോഴും എഴുതണം കേട്ടോ. ഗ്രോസ് സാലറി കണ്ടിട്ട് ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16. ആദ്യത്തെ ഡിഡക്ഷൻ ഏതാണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ്. കോമൺ ആയിട്ട് നമ്മളെല്ലാവർക്കും കുറയ്ക്കുന്നത് അല്ലേ? അത് 50,000 ആണ്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആദ്യം 50,000 കുറയ്ക്കുക. പിന്നെ വരുന്നത് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്. അതിവിടെ ഇല്ലേനും ഗവൺമെൻറ് എംപ്ലോയി അല്ലേനും, അതുകൊണ്ട് നമുക്കതില്ല. നെക്സ്റ്റ് പ്രൊഫഷൻ ടാക്സ് ആണ്. അദ്ദേഹം 3,000 രൂപ പ്രൊഫഷൻ ടാക്സ് കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടി ലെസ് ചെയ്യുക. അതും കൂടി ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് എന്ത്? ടാക്സബിൾ സാലറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാലറി ഇൻകം എന്ന് പറയുന്നത് 6,12,231. ഇതാണ് നമ്മുടെ സാലറി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത് അതിൻ്റെ ആ ഒരു DAയുടെ റേഞ്ച് മാറുന്നത്, DA അല്ല, ആ ബേസിക് പേയുടെ റേഞ്ച് മാറുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം. തന്ന വർഷം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻകം ടാക്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് നോക്കേണ്ട ആ ഒരു പ്രീവിയസ് ഇയറിൽ ഏതൊക്കെ മാസം ഏതൊക്കെ സാലറിയിലാണ് വരുന്നത് എന്നുള്ളത് അവിടെ ഒന്ന് കാൽക്കുലേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ RPFൻ്റെ ഒരു കാൽക്കുലേഷനും പിന്നെ വരുന്ന RFAയുടെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കാൽക്കുലേഷനും മാത്രമാണ് ഈ ഒരു പ്രോബ്ലത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ശ്രീ ഹരിശങ്കർ, മാനേജർ ഓഫ് എ കമ്പനി, കമ്പ്യൂട്ട് ഹിസ് ടാക്സബിൾ ഇൻകം ഫ്രം സാലറി ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 24-25. ഇവിടെ തന്നിരിക്കുന്ന ഐറ്റംസ് ഒന്ന് നോക്കുക. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഓരോ ഐറ്റവും വളരെ ശ്രദ്ധാപൂർവ്വം വായിക്കുകയും വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ എവിടെയൊക്കെ വരും എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് എന്ന് പറയുന്നത് ബേസിക് സാലറി പെർ മന്ത് ആണ്. ഓക്കെ, 23,400 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം പെർ മന്ത് ആണല്ലോ, അപ്പോൾ ഇൻറ്റു 12 അവിടെ ചെയ്യണം. ഇനി രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് DA എന്ന് പറയുന്നത് എന്താ? സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒപ്പം തന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിന് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ 4,000 ആണ് ഒരു മാസത്തിൽ DA വരുന്നത്. അപ്പോൾ 4,000 ഇൻറ്റു 12 അവിടെയും കമ്പ്യൂട്ട് ചെയ്യണം. അടുത്തത് പറയുന്നത് ഓൺ കോൺട്രിബ്യൂഷൻ ടു RPFിലേക്ക് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 2,880യും സെയിം എമൗണ്ട് തന്നെ ആരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് എത്ര പെർസെൻറ്റേജ് ആണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 12% എംപ്ലോയിയുടെ RPFിലേക്ക് ഒന്നും വേണ്ട. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ RPF 12%-ന് മുകളിലുണ്ടെങ്കിൽ അതെന്താണ്? ടാക്സബിൾ ആണ്. അപ്പോൾ അതുണ്ടോ എന്ന് നോക്കലാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? RPFിലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഇവിടെ പറയുന്നുണ്ട് 13% ആണ് അവർ കൊടുക്കുന്നതെന്നുള്ളത്. 46,800 13% ആണ്. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു കണ്ടീഷൻ എന്താണ്? നമുക്ക് 9.5 വരെ എക്സംപ്റ്റഡ് ആണ്. 9.5-ന് മുകളിൽ എന്ന് പറയുമ്പം ഇവിടെ 13% 3.5% അധികം ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു 3.5% നമുക്കിവിടെ സാലറിയിൽ കാണിക്കേണ്ടതാണ്. ഇനി HRA പറയുന്നുണ്ട്, ഇവർ താമസിക്കുന്നത് ഡൽഹിയിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ HRA കൊടുക്കുന്നത് 13,800. ആക്ച്വലി ആ എംപ്ലോയി റെൻ്റായിട്ട് കൊടുക്കുന്നത് ഒരു മാസം 13,800 കൊടുക്കുന്നുണ്ട്. പക്ഷേ കമ്പനിയിൽ നിന്ന് റെൻറ്റിന് വേണ്ടിയിട്ട് കിട്ടുന്നത് എത്ര രൂപയാണ്? എംപ്ലോയിക്ക് 7,200 അപ്പോൾ കമ്പനി 7,200 HRA കൊടുക്കുന്നുണ്ട്. പക്ഷേ എംപ്ലോയി റെൻറ്റ് കൊടുക്കുന്നത് ഒരു മാസം 13,800. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പിന്നെ മെഡിക്കൽ അലവൻസ് പെർ മന്ത് നമുക്കൊരു ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ആണ്. മെഡിക്കൽ അലവൻസ് 1,000 രൂപ എന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹരിശങ്കർ ഈസ് ഓൾസോ പ്രൊവൈഡഡ് വിത്ത് എ മോട്ടോർ കാർ. അവിടെ 1.3 ലിറ്റർ ആണ് ഓഫീസിന് പ്രൈവറ്റ് യൂസിന് വേണ്ടിയിട്ട്
കൊടുക്കുന്നുണ്ട്, എംപ്ലോയർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ എക്സ്പെൻസും റണ്ണിങ് മെയിൻ്റെനൻസ് എല്ലാം ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻ അടക്കം 40,000 വരുന്നുമുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുന്നുണ്ട്. 1800 പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാറിൻ്റെയിൽ ആകെ വരുന്നത് എന്തേ ഉള്ളൂ, നമുക്ക് എത്രയാണോ ആ കാർ സ്മോൾ കാറാണെന്ന് മനസ്സിലായി. 1.6 വരേക്കൊക്കെ നമ്മൾ സ്മോൾ കാറാണ് പരിഗണിക്കുക. അപ്പോൾ 1800 അതിൻ്റെ റേഞ്ച് എന്ന് ഓർമ്മ വേണം. 1800 × 12 മാത്രം ഇവിടെ ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ എംപ്ലോയർ മെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻസ് 40,000 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഇവിടെ നോക്കേണ്ട കാര്യം വരുന്നില്ല. പ്രൊഫഷണൽ ടാക്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിൽ ഓർമ്മ വരേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ബേസിക് സാലറി ആണ്. ബേസിക് സാലറി നമുക്ക് ക്വസ്റ്റ്യനിൽ 23,400 ആണ്. അപ്പോൾ 23,400 × 12 ആദ്യം നോക്കാം. 23,400 × 12 ആ എമൗണ്ട് ആണ് ഈ 2,80,800 എന്ന് പറയുന്നത്. DA എന്ന് പറയുന്നത് 4,000 ആണെന്ന് പറയുന്നുണ്ട് പെർ മന്ത്. അപ്പോൾ അത് 12 മന്തിലേക്ക് വരുമ്പം 48,000 വരുന്നുണ്ട്. പിന്നെ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, RPF-ലേക്ക് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഓൾറെഡി ആ സാലറിയിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ടാക്സബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ടത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണ്. ഇവിടെ എംപ്ലോയിയും എംപ്ലോയറും 2,880 രൂപ അടയ്ക്കുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കേണ്ടത് എന്താണ്, അത് സാലറിയുടെ 12%-നേക്കാൾ അധികം ഉണ്ടെങ്കിൽ അത് നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 2,80,000-ൻ്റെ 2,80,000 പ്ലസ് 48,000 എടുക്കുക. അതിൻ്റെ ഇത് രണ്ടും കൂടി ടോട്ടൽ എടുത്തിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്, എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ 12% എത്രയും നോക്കുക. അപ്പോൾ അതിനേക്കാൾ കൂടുതലുണ്ടോ ഇല്ല എന്നുള്ളത് അറിയണം. അപ്പോൾ 12% നോക്കും വേണം. ഒപ്പം ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മാസം 2,880. 2,880 × 12 നമ്മളിവിടെ ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അപ്പോൾ അതിനേക്കാൾ അധികം ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് എടുത്തിട്ട് നമ്മളിവിടെ കാണിക്കണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പ്രകാരം 2,880 × 12 ചെയ്യുമ്പോൾ നമുക്ക് അത്രയൊന്നും വരുന്നില്ല. ഇതിൻ്റെ 12%-നേക്കാൾ കൂടുതലൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഒന്നും എഴുതാനില്ല. അടുത്തത് ഇൻട്രസ്റ്റ് ആണ്. RPF-ലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 9.5%-ന് മുകളിൽ ഉണ്ടെങ്കിൽ അത് നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 13% കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ RPF-ലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ എക്സസ് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കുക. അപ്പോൾ അത് 2,80,000 പ്ലസ് 48,000-ൻ്റെ നമുക്ക് നോക്കേണ്ടത് എത്രയാണ്, 9.5% എത്രയാണെന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ അതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന ആ എമൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് എന്ത്, ഈ ഒരു 12,600 എന്ന് പറയുന്ന എമൗണ്ട്. ആ ഡിഫറൻസ് 3.5% ആണ് 12,600 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു 12% കാണുമ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 13% ആണ് RPF കൊടുക്കുന്നത്. അതും 46,800 ആണ് അവർ കൊടുക്കുന്ന എമൗണ്ട്. അപ്പോൾ 46,800-ൻ്റെ 3.5% കണ്ടാലും മതിയാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഈ ഒരു 12,600 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് HRAയുടെ കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ HRA എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, റെൻ്റ് ആക്ച്വലി കൊടുക്കുന്നത് 13,800 ആണ്. പക്ഷെ നമുക്ക് കമ്പനി ഇങ്ങോട്ട് തരുന്നത് 7,200 ആണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ 3 ക്രൈറ്റീരിയ ആണ്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണല്ലോ HRA കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കാറുള്ളത്. ആക്ച്വൽ HRA റിസീവ്ഡ് ചെയ്യുന്നത് എത്രയാണ്, 7,200 × 12. ഇവിടെ വരുന്നത് 7,200 ആണ് നമുക്ക് കിട്ടുന്ന ഒരു മാസം. അങ്ങനെ 12 മാസം കിട്ടുമ്പം എത്രയായി, അത് 86,400 ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എക്സസ് ഓഫ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. 10% ഓഫ് സാലറി നോക്കുക, അതിനേക്കാൾ എത്ര അധികം നമ്മൾ റെൻറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 13,800 ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 13,800 × 12 ആണ് എത്ര,
ഈ 1,65,600 എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ റെൻറ്റ് കിട്ടുന്നത് നമുക്ക് ഇതാണ്. പക്ഷെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റെൻറ്റ് എത്രയാണ്? 13,800 ഇൻറ്റു 12. അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്ന റെൻ്റ് എന്ന് പറയുന്നത്. 13,800 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് 1,65,600 കിട്ടും. ഇനി അതിൽ നമ്മൾ 10% ഓഫ് സാലറി നോക്കുക, അതിനേക്കാൾ അധികം ഉണ്ടോ നോക്കുക. അപ്പോൾ 2,80,800 നമ്മുടെ ബേസിക് സാലറിയും പ്ലസ് നമ്മുടെ ഡിയും കൂടി എടുക്കുമ്പോൾ കിട്ടുന്ന ടോട്ടലിൻ്റെ 10% എത്രയും നോക്കുക. അപ്പോൾ ആ 10%-നേക്കാൾ അധികമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് എടുക്കുക, ആ എമൗണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ, ഈ ഒരു എമൗണ്ട് വെച്ച് ഡിഫറൻസ് എടുക്കുമ്പോൾ 1,32,720 ആണ് നമുക്ക് വരുന്നത്. ഇനി അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇവരേത് സ്ഥലമാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 50% ഡൽഹിയിലാന്ന് പറയുന്നുണ്ട്, റെൻറ്റ് പെയ്ഡ് ഇൻ ഡൽഹി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റി ആയതുകൊണ്ട് 50% ഓഫ് സാലറി എടുക്കണം. അപ്പോൾ സാലറിയുടെ 50% അവിടെ നോക്കുക. സാലറി പറയുമ്പോൾ ഇവിടെ ഡി എ കൂടി കൂട്ടിയിരിക്കുന്ന എമൗണ്ടിൻ്റെ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ 50% എന്ന് പറയുന്നത് എത്രയാണ്? 80. ആ എമൗണ്ടാണ് ഇവിടെ കാണിക്കേണ്ടത്. സാലറിയും അതേപോലെ തന്നെ ഡി എയും കൂടി കൂട്ടിയതിൻ്റെ ഹാഫ് 50% ആണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ 1,64,400 കിട്ടി. അപ്പോൾ നമുക്കിവിടെ 3 റേഞ്ചാണ് കിട്ടിയത്. ഫസ്റ്റ് റേഞ്ച് ആക്ച്വൽ റിസീവ്ഡ് 86,400. രണ്ടാമത് 10% ഓഫ് സാലറിനേക്കാൾ എക്സസ് റെൻറ്റ് എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളത് 1,32,720. മൂന്നാമത്തത് 1,64,400. അപ്പോൾ ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണോ അതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് ഏതാ അതിൽ വരുന്നത്? 86,400 ആണ്. അപ്പോൾ HRAയുടെ കാൽക്കുലേഷനിൽ HRA ആക്ച്വലി നമ്മൾ എന്താണോ റിസീവ് ചെയ്യുന്നത് അപ്പോൾ ആ എമൗണ്ട് അവിടെ കാണിക്കുക. 86,400 എന്നുള്ള ആ എമൗണ്ട് 7,200 ആണ് നമുക്ക് കിട്ടുന്ന അലവൻസ്. അപ്പോൾ ആ അലവൻസ് പ്രകാരം നമുക്ക് കിട്ടുന്ന HRA എന്ന് പറയുന്നത് എത്രയാണ്? 86,400 തന്നെയാണ്. അതിൽ നിന്നാണ് ഈ എക്സംഷൻ കാണിക്കേണ്ടത്. എക്സംഷൻ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 നമ്മൾ താഴെ ചെയ്തതിൽ ലീസ്റ്റ് ഏതാണ്? ആക്ച്വൽ HRA റിസീവ്ഡ് തന്നെ ഉള്ളൂ. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ അവിടെ 0 ആണ് വരുന്നത്. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് മെഡിക്കൽ അലവൻസ് ആണ്. അത് ഫുള്ളി ടാക്സബിൾ ആണ്. 1,000 രൂപയാണ് മെഡിക്കൽ അലവൻസ്. അപ്പോൾ 1,000 ഇൻറ്റു 12 അവിടെ ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ 12,000 വരും. പിന്നെ കാറ് സ്മോൾ കാറാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റ് 1,800 ഇൻറ്റു 12 ആണ് വരിക, 21,600. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇതിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുക. നമ്മുടെ ബേസിക് സാലറി ഡി ഒക്കെ കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 3,75,000 ആണ്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഡിഡക്ഷൻസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 ഇതൊക്കെ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ പരീക്ഷയ്ക്ക്. അണ്ടർ സെക്ഷൻ 16 ഫസ്റ്റ് ഡിഡക്ഷൻ എന്താ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000. അതിനുശേഷം എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ് വേണ്ടത്. പക്ഷേ ഗവൺമെൻറ് എംപ്ലോയി അല്ല, അലവൻസ് ഇവിടെ ഇല്ല, അതുകൊണ്ട് നമുക്കത് ആവശ്യമില്ല. മൂന്നാമത്തെ ഡിഡക്ഷൻ പ്രൊഫഷൻ ടാക്സ് ആണ്. അപ്പോൾ അത് 1,800 അടയ്ക്കുന്നുണ്ട്, 1,800 കൂടി കാണിക്കുക. അപ്പം 51,800 ആണ് നമ്മൾ ഇതിന്ന് ലെസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 3,23,200. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാൽക്കുലേഷൻ ഒന്ന് RPFൻ്റെ എക്സസ് 12% ഉണ്ടോ നോക്കുക. അതിൻ്റെ ഇൻട്രസ്റ്റ് 9.5-ന് മുകളിൽ എത്രയാണെന്നുള്ളത് നോക്കുക. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അത് HRAയുടെ കാൽക്കുലേഷൻ. അപ്പോൾ ആ 3 ക്രൈറ്റീരിയ കറക്റ്റായിട്ട് എഴുതി നോക്കുക. അതിലേതാണോ കുറവ് ആ കുറവാണ് നമുക്ക് ആക്ച്വൽ റിസീവ് ചെയ്തതെന്ന് നമുക്ക് എക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ആക്ച്വൽ റിസീവ്ഡ് തന്നെ കുറവുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് ആ സെയിം എമൗണ്ട് കാണിച്ചിട്ട് അവിടെ മൈനസ് ആയിട്ടുണ്ട്. മെഡിക്കൽ അലവൻസ് ഓൾറെഡി ടാക്സബിൾ ആണ്, അത് കൊടുക്കണം. കാറ് സ്മോൾ കാറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മെയിൻ്റനൻസ് എല്ലാം എംപ്ലോയർ ചെയ്യുന്നതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ കാറിൻ്റെ വാല്യൂ മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ഗ്രോസ് സാലറി കിട്ടി നമുക്ക് ഇവിടുന്ന്. അതിൽ 3 ഡിഡക്ഷൻസ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇവിടെ പ്രൊഫഷണൽ ടാക്സേ വരുന്നുള്ളൂ. അപ്പോൾ ഈ 2 കൂടിയിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ഫ്രം സാലറി ആയി. അപ്പോൾ ഇവിടെ നമ്മൾ 2 ക്വസ്റ്റ്യൻസേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് കാൽക്കുലേഷൻസ് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. ഓരോ പോയിന്റുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വളരെ വിശദമായി തന്നെ. ആർക്കും സംശയമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു.
ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് താഴെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ടാക്സ് ടഫാണെന്ന് പറയുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെയും നിങ്ങൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്